10 മിനിറ്റ് കഴിഞ്ഞേ ബസ് പോവുള്ളൂ. ചായ കുടിക്കാനുള്ളവർക്ക് ചായ കുടിക്കാം. ഹലോ ഹലോ, ഉണർത്തിയതിന് ക്ഷമിക്കണം. ചായ കുടിക്കാൻ ബസ് നിർത്തിയിരിക്കുക. ഇതേതാ സ്ഥലം? 3 മല എത്തിയോ? 3 മലയ്ക്ക് ഇനിയും കുറെ ദൂരമുണ്ട്. രാത്രിയിൽ നമ്മള് പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എന്റെ പേര് നന്ദകുമാർ. അപ്പോ ഇറങ്ങിയല്ലേ, എന്തേലും കഴിക്കാം? എനിക്കൊന്നും വേണ്ട. വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രിയിൽ കഴിച്ച ഭക്ഷണമൊക്കെ ഛർദിയിലൂടെ പുറത്തു പോയല്ലോ. ഒരു ചായയെങ്കിലും കുടിക്കാം. ഞാൻ ശരിക്കും ഛർദിച്ചോ? നല്ല അസലായിട്ട് ഛർദിച്ചു. ആദ്യം സ്വന്തം കുപ്പായത്തില്, പിന്നെ കുറച്ച് എന്റെ കുപ്പായത്തിൽ. ഞാൻ എന്റെ ഷർട്ട് മാറ്റി. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ഞാൻ താങ്കളുടെ ബാഗിൽ നിന്ന് എടുത്ത് ഇട്ടുതന്നാ. ഐ എം സോറി. എന്തിന്? ഷർട്ട് മാറ്റിയതിന്? അല്ല, ഛർദിച്ചതിന്. അത് കുഴപ്പമില്ല, പക്ഷെ ഇനി ഛർദിക്കായിരുന്നാ മതി. മൂന്നുമലയാണോ നാട്? അല്ല, ഞാൻ അവിടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോവാ. സോറി, ഞാൻ പേര് ചോദിക്കാൻ മറന്നു. എന്റെ പേരോ? അതെ. എന്റെ പേര് ബാലകൃഷ്ണൻ. സ്വന്തം നാടെവിടെ? കേരളം തന്നെ. എന്റെ ചോദ്യങ്ങൾ ബാലകൃഷ്ണൻ ശല്യമാവുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഉള്ളവർക്കാണല്ലോ നാട്. എന്ന് വെച്ചാൽ എല്ലാരും ഓരോ വഴിക്ക് പോയി. അപ്പൊ പിന്നെ ഇപ്പൊ എവിടുന്ന് വരുന്നു? നേരിട്ട് എവിടുന്ന് വരികയല്ല. 2-3 ദിവസമായിട്ട് നല്ലൊരു കറക്കത്തിലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആഘോഷം. 2 വർഷമായിട്ട് സെൻട്രൽ ജയിലിലായിരുന്നേ. പേടിക്കണ്ട, കൊലപാതകയൊന്നുമല്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പഴയ പ്രതിയോഗികളോട് പകരം വീട്ടാൻ ഇറങ്ങിത്തിരിച്ച സിനിമയിലെ നായകനുമല്ല. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രയാ. അയാൾ തന്നയച്ചൊരു കത്തവിടെ കൊടുക്കണം, വിവരങ്ങൾ പറയണം. ചായ കുടിക്കുക. നന്ദകുമാർ എവിടേക്കാ? ഞാനിപ്പോ കല്ലേറ്റുപുഴ ഡാം സൈറ്റിലാ ജോലി ചെയ്യുന്നത്. എഞ്ചിനീയറാ. സർക്കാർ സർവീസിലല്ല, ഒരു കോൺട്രാക്ടർക്ക് വേണ്ടി. ഓഹോ, ഇപ്പൊ വീട്ടിൽ നിന്ന് വരികയായിരിക്കും. അതെ. ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. എന്റെ ഒരു ആങ്സൈറ്റി കൊണ്ടാണെന്ന് കൂട്ടിക്കൊള്ളൂ. മനസ്സിലായി. ഞാൻ എങ്ങനെ ജയിലിലായി എന്ന് അറിയാനൊരു താല്പര്യം അല്ലേ? വിരോധം ഇല്ലെങ്കിൽ. കോടതി ശിക്ഷിച്ചു, ജയിലിലായി, അത്രേ ഉള്ളൂ. എന്തായിരുന്നു കേസെന്നാണ് ഞാൻ ചോദിച്ചത്. മാറ്റ കേസാ. പെൺവാണിഭം. ശരിക്കും ഞാനൊരു സ്കൂൾ മാഷായിരുന്നു. ഒരു സൈഡ് ബിസിനസ് ആയിട്ട് തുടങ്ങിയതായി പെൺവാണിഭം. അന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലൊക്കെ ഗംഭീരമായിട്ട് ന്യൂസ് വന്നിരുന്നു. ഓർമ്മയുണ്ടോ? ഇല്ല. പത്രത്തിൽ ഇതുപോലെ ഒരുപാട് കേസുകൾ വരുന്നതല്ലേ, ശ്രദ്ധിച്ചു കാണില്ല. നേര് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. സ്കൂൾ മാഷായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ. അതെ, സ്കൂൾ മാഷായിരുന്നു. ശാന്തസുന്ദരമായ എന്റെ ഗ്രാമത്തിലെ ഞാൻ കളിച്ച് പഠിച്ചു വളർന്ന അതേ സ്കൂളിലെ മാഷായിരുന്നു ഞാൻ. ഇത്തിരി നാട്ടുകാര്യങ്ങളും വായനശാലയും വായനാശീലവും ഒക്കെ ഉള്ളതുകൊണ്ട് വീടിനടുത്താണെങ്കിലും പതിവായ സ്കൂളിൽ താമസിച്ചെത്തുന്ന മാഷായിരുന്നു ഞാൻ. എന്താടോ, വാച്ച് കേടായോ? ഞാൻ വിചാരിച്ചു മാഷ് ലേറ്റ് ആയെന്ന്. അല്ല, വാച്ച് ഫാസ്റ്റ് ആയതാ. വലിയ ഭരണമൊന്നും വേണ്ട, ഇതങ്ങോട്ട് കൊണ്ടുപോയി.
ഇന്നലെ ഉറങ്ങാൻ കുറച്ചു വൈകി. വായനശാലയുടെ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു. പിന്നെ അസോസിയേഷന്റെ അത്യാവശ്യമായ ചില കത്തുകൾ. പിന്നെ വായനശാലയ്ക്ക് വളമിടാൻ പോയോ, അസോസിയേഷന് വെള്ളമൊഴിക്കാൻ പോയോ, ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടെ ജോലിക്ക് വരുമ്പോ കൃത്യസമയത്ത് വരണം. അതിന് പറ്റാത്തവര് ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുക. അല്ല മാഷെ, ഇന്നൊരു ദിവസം കുറച്ച് ലേറ്റ് ആയി എന്നല്ലാതെ ഇന്നും എന്നൊരു തിരുത്തു വേണം. മേലിൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ ഒപ്പിടാം. ഉറപ്പ് വാഗൊണ്ട് വെറുതെ തന്നാ മതിയോ, അല്ല പേപ്പറിൽ എഴുതി തരണോ? ഇത് ബാലകൃഷ്ണൻ, ഇവിടത്തെ ഒരു മാഷ. കൃത്യനിഷ്ഠ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ. ആ പാനീട് തന്നെ. ആ, മ്യൂസിക് ടീച്ചറുടെ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതാ നിർമ്മല. ഇത് കുട്ടിയുടെ അമ്മാവനാ, വാര്യര് മാഷ്, പരമേശ്വര വാര്യര്. ഇതിപ്പോ ഇങ്ങനെ ഓടിപ്പിടിച്ച് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 15-ാം തീയതിക്ക് മുമ്പ് മതിയെന്നല്ലേ? മതി. പക്ഷേ ഇനി അവസാന നിമിഷത്തിൽ വല്ല തെരുമറിയും നടന്നാലോ എന്ന് ഭയന്നിട്ടാ. അതല്ലേ കാലം. 5 കൊല്ലായി അക്കാഡമിയിൽ നിന്ന് പാസ്സായിട്ട്. പ്രൈവറ്റ് സ്കൂളുകാരിൽ ലക്ഷങ്ങളാ ചോദിക്കണത്. അത് കൊടുക്കാനുള്ള മനസ്സുമില്ല, അതിനുള്ള ത്രാണിയില്ല. ആരുടെയോ പുണ്യം കൊണ്ട് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ അമ്മാവനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. അങ്ങേരുടെ ഒരു ഉത്സാഹത്തിലാ ഇതിപ്പോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയപ്പോ കൂടുതലൊന്നും ആലോചിച്ചില്ല. പെട്ടിയും കിടക്കയും എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ കുട്ടിയതാ ഇവിടെ ഏൽപ്പിക്ക. ഞാൻ പോവാ. സമാധാനായിട്ട് പോയിക്കോളൂ. ഇയാൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകള്, താമസിക്കാനൊരു സ്ഥലം കിട്ടുവോ? ആഹാര കാര്യങ്ങൾ എങ്ങനെ? അങ്ങനെ പല പല ശങ്കയുണ്ടായിരുന്നു. നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. എന്നാ പിന്നെ ഷിബു, എന്നാ മോളെ ആ സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവയ്ക്കുക. ആ, കൂടെ പൊക്കോളൂ. പുറമേന്ന് ആരെങ്കിലും കാണാൻ വരുമ്പോ ആളാവുന്ന സ്വഭാവം സാറിന് പണ്ടേ ഉള്ളതാണല്ലോ. ആളായതല്ലടോ, ഇത് വളരെ ഡിസിപ്ലിനോട് കൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ആ കുട്ടി തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് കരുതി ഞാൻ കളിച്ചിരുന്ന നാടകല്ലടോ. അത് ശരി. ഞാൻ വല്ലപ്പോഴും താമസിക്കാറുണ്ടെങ്കിലും കൃത്യമായ സ്കൂളിൽ വരാറുണ്ട്. സാറിപ്പോ വന്നിട്ട് എത്ര ദിവസമായി? എന്താ സാറിപ്പോ വന്നിട്ട് എത്ര ദിവസമായെന്ന് ഉത്തരം പറഞ്ഞിട്ട് മുറിക്കാ മതി. എടോ, വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാം. ഹെഡ് മാഷ് എന്ന് പേരേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എല്ലാത്തിനും ഞാൻ തന്നെ പോകാം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ. മാത്രമല്ല ഒരു കലാലയല്ലേ, കുറച്ചു കുട്ടികളുടെ കണ്ണ് തെളിയിച്ചാൽ തെളിയട്ടെ. നമ്മളെ കൊണ്ട് പറ്റത് നമ്മൾ ചെയ്യാം. അതാ എന്റെ പോളിസി. ടീച്ചർ ഇരുന്നോളൂ, എനിക്കങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്ക് മാഷന്മാരെ വലിയ പേടിയൊന്നുമില്ല. പക്ഷേ എന്റെ തലവട്ടം കണ്ടാൽ അപ്പാപ്പെടുക്കും. എന്തുകൊണ്ടാ? ജോലിയോടുള്ള ആത്മാർത്ഥത. അല്ല, ഞാനിവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മുഴുവനും പറഞ്ഞു കൊടുത്തോ? മുഴുവനും വിട്ടു കൊടുത്തിട്ടില്ല. ഇനി സമയമുണ്ടല്ലോ. ബാലന്മാർ താമസിച്ചോണ്ട് നമ്മുടെ PTA ക്ലാസ്സിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ ആ പിള്ളേരെ ഒരു വഴിക്കാക്കണതിന് മുമ്പേ വേഗം ചെല്ലാൻ നോക്ക്. അത് ഞാൻ നോക്കിക്കോളാം. താനൊരു കാര്യം ചെയ്യും, ഒരു ചായ വാങ്ങിച്ചോണ്ടോ. ഇപ്പോഴോ? പിന്നല്ലാതെ. ടീച്ചർക്ക് ഇപ്പൊ വേണ്ട, എപ്പ വേണമെങ്കിലും പറഞ്ഞാൽ മതി. നമ്മുടെ പ്യൂണ. ആ കുപ്പി നന്നായി കഴുകിയെടുത്തിട്ട് പോടോ. എവിടെയാ ടീച്ചറുടെ നാട്? പയ്യന്നൂരാ. ഓഹോ, പയ്യന്നൂരെന്ന് പറയുമ്പോ സഖാവ് മാണിക്കോത്ത് കാണാറുണ്ട്. അവരുടെ അടുത്താ. ഓഹോ, ഇനിയിപ്പോ ടൈം ടേബിൾ മാറ്റി എഴുതണം. നാളെ തുടങ്ങാം ക്ലാസ് ഒക്കെ. ഇന്ന് മറ്റു മാഷന്മാരെയൊക്കെ പരിചയപ്പെടാം. ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, റെസ്റ്റ് എടുത്തോളൂ. എനിക്ക് ക്ലാസ് ഉണ്ട്. എന്താ നിൽക്കുന്നത്? ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഇരുന്നോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബാലമാഷി ഇനിയും താമസിച്ചു വരുമല്ലോ. അന്ന് ബാക്കി അഭ്യാസം.
സൈലൻസ്. യോഗാഭ്യാസം അക്ഷരം പോലും അറിഞ്ഞൂടാ അവനെ പഠിപ്പിക്കാൻ നടക്കുന്നത്.